ശ്രീ എം ജയചന്ദ്രൻ, ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ ശരിയാണ്. ജനങ്ങൾ കൂടുന്നിടത്ത്, ആൾ കൂടുന്നിടത്ത്, എവിടെയായാലും ഭക്തിയുടെ പേരിലായാലും അല്ലെങ്കിലും അവിടെ ചിലർ പുഴുക്കുത്തായി ഉണ്ടാകും. പക്ഷേ അവരെ എങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ച് ഒഴിവാക്കുന്നു, ജനാധിപത്യ മാർഗത്തിൽ അവരെ എങ്ങനെ പിടികൂടി ഒഴിവാക്കുന്നു എന്നിടത്താണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇവിടെ ഈ സ്വർണ്ണപ്പാളികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല വിധത്തിലും അതിൽ കാണുന്ന ദുരൂഹതകൾ, പിന്നീട് അത് പലയിടത്തേക്കും കടത്തിക്കൊണ്ട് പോയത്, ഇതിനൊക്കെ നിദാനമായത്, അതിൽ ഉദ്യോഗസ്ഥർക്ക് പറ്റിയ വീഴ്ചയെ മുതലെടുത്തത്, ഇതൊക്കെയായി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. യഥാർത്ഥത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അയാളുടെ ചെയ്തികളും, അയാൾ വലിയ ഭക്തനാണ്, ഈ പീഠം സ്പോൺസർ ചെയ്ത ആളാണ്, അല്ലെങ്കിൽ സ്പോൺസറിന് ഇടനിലനിന്ന ആളാണ് എന്നൊക്കെ രീതിയിലായിരുന്നു ഇതുവരെ മാധ്യമങ്ങളടക്കം വിവരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അയാളുടെ ചെയ്തികൾ പുറം ലോകത്തേക്ക് എത്തിയത് ഈ ദേവസ്വം ബോർഡിൻ്റെയും ഈ ദേവസ്വം വിജിലൻസിൻ്റെയും കൃത്യമായ അന്വേഷണത്തിൻ്റെയും ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയല്ലേ ഈ സംഭവങ്ങളുടെ വ്യക്തത, ഇതിലെ ചെമ്പ് തെളിയുന്നതിലേക്ക് നയിക്കുന്ന എല്ലാ പന്ഥാവും തുറക്കപ്പെടുന്നത്? ശ്രീ എം ജയചന്ദ്രൻ. അജിംഷാദെ, ഞാൻ ആ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഈ PCR പറയാണ്, അവിടെ നിന്നുള്ള ശബ്ദബഹളങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ചോദ്യവും പാനലിസ്റ്റുകളുടെ പ്രതികരണങ്ങളും ഒന്നും കേൾക്കാൻ കഴിയാത്ത വിധം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഓക്കെ, വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. അത് ഉടനെ ശരിയാവും. ശ്രീ ജയചന്ദ്രൻ, താങ്കൾക്ക് തുടരാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, നല്ലോണം കേൾക്കാം. അപ്പൊ അതൊന്ന് പറയണം, PCR കാര്യം ഒന്ന് പറയുക. ഇപ്പോഴും ഉണ്ടത് കേട്ടോ, ഇപ്പോഴും. ഓക്കെ. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, 2012 ആ ഒരൊറ്റ വർഷം ഞാൻ 10 പ്രാവശ്യം ശബരിമല ചവിട്ടി. ആ ഒരൊറ്റ വർഷം 2012 10 പ്രാവശ്യം. മറ്റൊന്നിനുമല്ല, ഒരു പരമ്പര എഴുതാനായിട്ടാണ്. 9 ദിവസത്തെ ഒരു പരമ്പരയാണ് ഞാൻ എഴുതിയത്. മുഴുവൻ അവിടുത്തെ കൊള്ളയായിരുന്നു എഴുതിയത്, മുഴുവനും ഈ 9 ദിവസം എഴുതിയത്. ആ കൊള്ള നിർബാധം തുടരുകയാണ്. പിന്നെയും അതിന് മുൻപുണ്ടായിരുന്നു, ഞാൻ ചെന്ന് കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും ഉണ്ടായിരുന്നു, പിന്നീട് തുടരുന്നുണ്ടായിരുന്നു, ഇപ്പോഴും അത് തുടരുന്നുണ്ട്, ഒരു മാറ്റവും ഇല്ല. ഇതാണ് അവിടുത്തെ സ്ഥിതി. അതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം നമ്മളിൽ ഉയരുന്നത്, കേൾക്കുന്ന ആരിലും ഉയരുന്നത്, ആരാണ് ഇതിന് പിന്നിൽ? ആരാണ്? ഒരു സംശയമില്ല പരാജിംസാദെ, ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അറിയാതെ അവിടെ ഒരു ഈച്ച പറക്കില്ല സന്നിധാനത്ത്. ഇപ്പോഴും അന്നും ഈ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥൻ, ആ തസ്തികയുടെ പേര് നമുക്കറിയാം, ആ ഉദ്യോഗസ്ഥൻ മുതൽ ഏറ്റവും താഴെയുള്ള അവരുടെ ക്യാമ്പിലുള്ള റിസർവ് പോലീസിൽപ്പെട്ട ആ ഉദ്യോഗസ്ഥർ വരെ ഇതിൻ്റെ അകത്ത് ഇത്തരം അഴിമതികളിൽ നിരന്തരം ഭാഗഭാക്കായി, അതുകൊണ്ട് ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ച് അതിന് മേലെ കിടന്നുറങ്ങുന്നവരാണ് അന്നും ഇന്നും. ഇവിടെ പക്ഷെ ഇത്തവണ ഉണ്ടായത് വലിയൊരു എന്താ പറയുന്നത്, ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളതായിട്ട് സംശയമില്ല എനിക്ക് പറയാൻ കഴിയും. കാര്യം ഞാനിത് സൂക്ഷിച്ച് അടുത്തു നിന്ന് നോക്കുന്ന ആളാണ്. ഈ അഴിമതി കേന്ദ്രങ്ങളിലെല്ലാം, ഇത് അവിടെ മാത്രമല്ല മറ്റു പലയിടത്തും. അപ്പോ അവിടെ ഇപ്പൊ നോക്കാൻ കഴിയും, ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ വലിയ ഒരു ഡിവിഷൻ ഈ ഭൂരിപക്ഷ സമുദായത്തിൽ ആന്റി ഗവൺമെന്റലായിട്ടുള്ള വലിയൊരു ഡിവിഷൻ ഉണ്ടാക്കാനായി ബോധപൂർവം ശ്രമിച്ചതിന്റെ ദയനീയമായ പതനമാണ് ഇപ്പൊ കാണുന്ന ഇപ്പോഴത്തെ ഔട്ട്കം എന്ന് പറയുന്നത്. അത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്നൊന്നും കരുതുന്ന ആളേ അല്ല ഞാൻ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞാൻ പറയുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോ അയാളെ നാളെ തന്നെ അറസ്റ്റ് ചെയ്യണം. നാളെ തന്നെ അജിംഷാദെ ഈ പോറ്റിയെ അറസ്റ്റ് ചെയ്യണം. ഈ പോറ്റി ആണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. പോറ്റിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല ഇത്. ആ പോറ്റിയുടെ പുറകിൽ സംഘടിതമായ ആസൂത്രിതമായ ഒരു പദ്ധതിയുണ്ട്. ആ സംഘടിതമായ ആസൂത്രിതമായ പദ്ധതി എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അനാവരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിന് ഇന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞ ഒരു വാചകമുണ്ട്. ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന നിലയിൽ അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. ഇതിനേക്കാളും മികച്ച ഒരു ഉത്തരവാദിത്വം
ഭരണവുമായി ചേർന്ന് നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പ്രകടിപ്പിക്കാൻ കഴിയുക? ഏറ്റവും മികച്ച മറുപടി അത് തന്നെയാണ്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ എന്ത് പറയുന്നു അതനുസരിച്ച് നീങ്ങാൻ ഗവൺമെന്റ് തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾക്കും ഒരു പഴുതുമില്ലാത്ത വിധം ഹൈക്കോടതി നിർദ്ദേശിക്കുക എന്താണ് വേണ്ടതെന്നുള്ളത്. അത് കൃത്യമായി വരികയാണ് ഇനി അജിൻസാദെ. ഇവിടെ വലിയ ഡിവിഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ച ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആന്റി ഗവൺമെന്റിലായിട്ടുള്ള വലിയ ടോർപ്പിഡോ ആണ് തിരികെ കയറ്റാൻ ശ്രമിച്ചത്. അതിന്റെ പിന്നെ പ്രധാനപ്പെട്ട ഉപകരണം ടൂളാണ് ഈ പോറ്റി. ഇവനെയൊക്കെ പിന്നെ ഈ പോറ്റിയെന്ന് ഇതുപോലുള്ള പോറ്റിമാരെ കിട്ടുക എന്നാണ് ചെവിക്കലിന് ആദ്യം കൊടുക്കേണ്ടത്. ഞാൻ അങ്ങനെ പച്ചയ്ക്ക് പറയുന്ന ആളാ. ഇവനെയൊന്നും നിയമത്തിന്റെ മുമ്പിലേക്ക് പിന്നെ പോയാൽ മതി. എന്നെ സംബന്ധിച്ച് ഞാൻ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു വൃത്തികെട്ടവന്റെ ചെവിക്കലിന് ആദ്യം കൊടുത്തിട്ട് ഞാൻ വർത്തമാനം തുടങ്ങും. പാടില്ല, ജനാധിപത്യ വിരുദ്ധമാണ്, നമുക്ക് നിയമമുണ്ടല്ലോ. ആയിക്കോട്ടെ ജനാധിപത്യ വിരുദ്ധമായതിന്റെ തിക്തഫലം എന്റെ നടപടി ഞാൻ അനുഭവിച്ചാൽ പോലെ. ഞാൻ ശരിയാണ്, ഞാൻ അനുഭവിക്കാൻ തയ്യാറാണെന്ന്. എന്നാലും ഇവനും ഇവനെ പോലുള്ള ആൾക്കാരും കോടികളാണ് കേട്ടോ ഈ പോറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ്. എന്നിട്ട് അത് വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്നു. ഇതൊക്കെ ഈ വിജിലൻസിന്റെ അന്വേഷണത്തിലാണ് ബോധ്യമായത്. അതെ, ഈ വിജിലൻസ് അന്വേഷണത്തിൽ അതെല്ലാം ബോധ്യമായിട്ടുണ്ട്. എണ്ണി തിട്ടപ്പെട്ട് വെച്ചിട്ടുണ്ട് ഇവന്റെ സർവ്വമാളങ്ങളും. ആ മാളങ്ങളിൽ നാളെ കയറാൻ പോവുകയാണ് അവർ. ഇവനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ നാറിയ വൃത്തികെട്ട പോറ്റി, പേര് കേട്ടില്ലേ, ഉണ്ണികൃഷ്ണൻ പോറ്റി. എത്ര മനോഹരമായ പേരാണ് ഉണ്ണികൃഷ്ണൻ. അതിന്റെ വാലറ്റത്തൊരു പോറ്റിയും കൊണ്ടുവച്ച് കാണിക്കുന്നത് മുഴുവനും പിന്നെ താങ്കൾ ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ജനാധിപത്യ വിരുദ്ധവും കേരള വിരുദ്ധവുമായ ദൈവവിരുദ്ധവുമായ നടപടികളാണ് ചെയ്യുന്നത്. അപ്പൊ ആ നടപടികളെ കൃത്യമായും ഹൈക്കോടതി ഇടപെട്ട് ഹൈക്കോടതി എങ്ങനെയാണോ നിർദ്ദേശിക്കുന്നത് ആ തരത്തിൽ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇപ്പൊ ഗവൺമെന്റ് ക്രൈംബ്രാഞ്ച് അന്വേഷണമൊക്കെ ആലോചിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിൽ പല ആലോചിക്കുമല്ലോ. വിജിലൻസ് അന്വേഷണം ഇപ്പൊ നടക്കുന്നുണ്ട്. പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്കാണ് ഗോവിന്ദമാഷ് പറഞ്ഞത്. പിന്നെ കേരളം നയിക്കുന്ന മുന്നണിയുടെ ഒന്നാമത്തെ പാർട്ടിയുടെ സെക്രട്ടറിയാണ് പറഞ്ഞത്, ഹൈക്കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതനുസരിച്ച് അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. അതിനേക്കാളും വലിയ ഒരു പ്രഹരം ഈ പോറ്റിയെ താങ്ങി നടക്കുന്നവർക്കും കിട്ടാനില്ല ജിംഷാദെ. അത്ര വലിയ കൊടിയ തിന്മകളാണ് അയ്യപ്പനെ കേന്ദ്രീകരിച്ച് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിലുള്ള എല്ലാ ഈ കറുത്ത ശക്തികളും തിന്മയുടെ ശക്തികളെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. കുറ്റടിക്കൊന്നും പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്ന ആളെ അല്ല ഞാൻ. അങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ 10 ദിവസം അവിടെ താമസിച്ച് ഞാൻ കണ്ടതാ. ചില ആൾക്കാരൊക്കെ, ഒരു കൊല്ലംകാരനുണ്ട്, താങ്കൾ കൊല്ലംകാരനായതെന്ന് ഞാൻ പറയുക, ഒരു കൊല്ലംകാരനുണ്ട്, സ്വാമി എന്നാണ്. അയാൾ പാലക്കാടുകാരനാണ്, കൊല്ലത്ത് ബിസിനസ് ഉണ്ടെന്നേ ഉള്ളൂ സാർ. സ്വാമിയല്ലേ? അത് തന്നെ അറിയാമല്ലോ. അതെ. അയാളാണ് ഇതിന്റെ സകല തിരിമറികളുടെയും തരികടകളുടെയും സൂത്രധാരനായിട്ട് അന്നും ഇന്നും വാണരുളുന്നത്. പക്ഷെ പക്ഷെ അയാൾക്കെതിരെ വാർത്ത ചെയ്ത് ഇത് പുറം ലോകത്തെ അറിയിച്ചത് കൈരളി ന്യൂസ് മാത്രമാണ്. അല്ലല്ല, ഞാൻ എന്റെ പരമ്പരയിൽ ഞാൻ പേരെടുത്ത് എഴുതിയത് 2012 ഞാൻ ദൃശ്യമാധ്യമങ്ങളുടെ എഴുതിയത്. അതെ, ഞാൻ പേരെടുത്ത് എഴുതിയത് കേട്ടോ. ഇയാളുടെ കൊല്ലം പാലക്കാട് കണക്ഷനും അവിടെ ശബരിമലയിലെ ഇന്റർഫിയറൻസും എങ്ങനെയൊക്കെയാണെന്നുള്ള പേരെടുത്ത് എഴുതി 3 ലക്കത്തിലാണ് ഞാനത് വിവരിച്ചത്. അതുകൊണ്ട് അത്രയും കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുക. അപ്പൊ അങ്ങനെയുള്ള ഇവിടെ പിടിച്ചിട്ട് ആരാന്ന് നോക്കണം. കേരളീയർ, മലയാളികൾ ആരാധിക്കുന്ന, അത്യന്തം സ്നേഹിക്കുന്ന നടൻ ജയറാമിനെ ഇയാൾ പിടിച്ചിട്ടു. അതുവരെയുണ്ട്. ഇത് അന്വേഷിച്ചാൽ അറിയാം. ഭാഗ്യവശാൽ മോഹൻലാൽ പെട്ടിട്ടില്ലെന്നാണ് ഇപ്പോഴും അറിയുന്നത് കേട്ടോ. അത് വലിയ ഭാഗ്യം. അല്ലെങ്കിൽ മോഹൻലാലിനെ പിടിച്ചിടും ഇവനെ പോലുള്ളവർ. കാര്യം പുറകിലുള്ളത് ചെറിയ കക്ഷികളൊന്നും അല്ല, വലിയ കക്ഷികളാണ്. ഭക്തിയെ വിൽക്കുന്ന, പിന്നെ വിൽക്കുന്ന എന്ന് പറയുന്ന പദം തെറ്റാണ് എങ്കിലും ഞാൻ അവിടെ നിർത്തുകയാണ്. അങ്ങനെ വിൽക്കുന്ന ഇവനെ പോലുള്ളവരെ നാളെ തന്നെ അറസ്റ്റ് ചെയ്യണം. കയ്യാമണിച്ച് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരണം. ഇതിന്റെ പശ്ചാത്തല സഹായികളും ആസൂത്രകരും സിദ്ധാന്തം ചമച്ചവരും ഒക്കെ ഉണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റക്കാര്യമുണ്ട് ജിംഷാദെ. ഈ പിന്നെ വിജയമല്യ കൊടുത്ത ചെമ്പ് പാളികളിൽ സ്വർണം പിന്നെ പതിച്ചിരുന്നു. ആ പാളികൾ എവിടെ? ആ പാളികൾ കാണാനില്ല. ഇതാണ് വലിയ പിന്നെ തെറ്റ് എന്ന് പറയുന്നത്. അത് തെറ്റാണ്.